ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് അയൽവാസി ഗ്രീഷ്മ എന്ന കഥയുടെ മൂന്നാം ഭാഗമാണ് കേട്ടോ. കഥ ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ തരാം കേട്ടോ. ഏകദേശം 30-35 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. ബിപിൻ എന്ന യുവാവിന്റെ അയൽവാസിയും. ബിപിനാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഗ്രീഷ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. കൂടാതെ ഗ്രീഷ്മ ഒരു തയ്യൽക്കാരി കൂടിയാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം എന്ന പോലെ ഗ്രീഷ്മയും ബിപിനും നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്തായിരുന്നു ഗ്രീഷ്മയുടെ ഭർത്താവായിട്ടുള്ള പ്രകാശൻ അയാളുടെ തറവാട്ട് വീട്ടിലേക്ക് കുറച്ച് ദിവസങ്ങളായി പോകുന്നത്. ഇനിയാണ് ബാക്കിയുള്ള കഥ തുടങ്ങുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടോളൂ. പ്രകാശേട്ടൻ തന്റെ തറവാട്ട് വീട്ടിലെ കാര്യങ്ങൾക്കായി 2 ദിവസങ്ങളിലേക്ക് ദൂരെ ഒരു യാത്ര പോയി. അത് എവിടേക്കാണ് പോയെന്ന് പോലും ഗ്രീഷ്മയ്ക്ക് അറിയില്ല. അതാണ് അതിൽ വലിയ കോമഡി. ചില സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ചേരില്ലായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ആ ഒരു കാര്യം ആലോചിച്ചു. രണ്ടുപേരും തമ്മിൽ ഇതുവരെയും ഒന്ന് ചേർന്നിട്ടില്ല. ആ ഒരു കാര്യം ഇപ്പോഴും പെൻഡിങ് തന്നെയാണല്ലോ. ഇനിയിപ്പം ഏതായാലും 2 ദിവസം കഴിഞ്ഞ് പ്രകാശട്ടം വരുള്ളൂ. പിന്നെ ഗ്രീഷ്മ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കമ്പനി കൊടുക്കാലോ എന്നൊക്കെ ഞാനും മനസ്സിൽ കരുതിയിരിക്കുമായിരുന്നു. അങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇന്ന് ആ ഗ്രീഷ്മയുടെ വീട്ടിലൊന്ന് നിൽക്കട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. കാരണം അച്ഛന് ചെറിയ സുഖമില്ലായ്മ കൊണ്ട് എപ്പോഴാണ് അസ്വസ്ഥതകൾ തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്ത് കാര്യത്തിനും അമ്മ തന്നെ വേണം. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. ഏതായാലും നീ ഒരു 2 ദിവസം അവിടെ നിൽക്കി. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ ഇവിടുന്ന് കൊണ്ടുതരാം എന്ന് തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഗ്രീഷ്മ ചേച്ചിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മ അത് പറഞ്ഞതെന്നും എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ കുറച്ചു നേരം അവിടെ എല്ലാം നോക്കി നടന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ട്, പോകണ്ട എന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴും ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്ത് നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഗ്രീഷ്മ ചേച്ചിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ കാര്യത്തിനാണെങ്കിലും ഗ്രീഷ്മ ചേച്ചി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 2 ദിവസം തന്നെ അവിടെ അടുപ്പിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും പ്രകാശേട്ടൻ ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പ്രകാശേട്ടൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ സമയം കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രകാശേട്ടൻ ഇല്ലല്ലോ. ആ ഒരു കാര്യം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ ചേച്ചി ഉമ്മറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി ഉടുത്തിരുന്നത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു സാരി ആയിരുന്നു. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ മഞ്ഞ നിറത്തിലുള്ള സാരി ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഏതായാലും നീ പറഞ്ഞു നന്നായി, വാ കയറി വാ എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ അവിടത്തേക്ക് ക്ഷണിച്ചിരുത്തി. പെട്ടെന്ന് ആ ഒരു സന്ധ്യയിൽ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനാണെങ്കിൽ ഇച്ചിരി പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ടാ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞാൻ ഇവിടെ ഇല്ലേ എന്ന് തന്നെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, നീ ഉള്ളത് കൊണ്ടാ എനിക്കൊരു ധൈര്യം. എനിക്കെന്തെങ്കിലും സഹായത്തിനാണെങ്കിലും എന്ത് കാര്യത്തിലും നീ ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ, അതെന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചില്ല നീ ഒരു സമയത്ത് വരുമെന്ന്. ഗ്രീഷ്മ ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഞാൻ കാര്യം പറഞ്ഞു. അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞായിരുന്നു ചേച്ചി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. പിന്നെ പ്രകാശേട്ടൻ 2 ദിവസത്തേക്ക് തറവാട് വീട് വരെ പോയതല്ലേ, ഇനി ആ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. 2 ദിവസമൊന്നും ആയിരിക്കില്ല എൻ്റെ കുട്ടാ. ചിലപ്പോൾ ആളിങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ വരുന്നത് ലേറ്റാവും. എനിക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട്. ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആളുടെ ആരെങ്കിലും ബന്ധുക്കളോ കാര്യങ്ങളോ അവിടെ പിടിച്ച് നിർത്താൻ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ഒച്ചയും ബഹളമൊക്കെ വന്നു കഴിഞ്ഞാൽ പേടി തോന്നില്ലേ കുട്ടാ. അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ വന്ന കാലിൽ തന്നെ ഉമ്മാർത്ത് നിൽക്കുന്ന എന്നോട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് കുടിക്കാൻ എന്തെടുക്കണ്ടേ, ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ, നാരങ്ങ വെള്ളം മതിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇപ്പം വൈകുന്നേരമല്ലേ, ഇപ്പം ഒന്നും വേണ്ട, രാത്രിയിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം എന്ന് തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് വാ, തുണികളൊക്കെ ഒന്ന് അകത്തേക്ക് മാറ്റാം, മഴ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പുറത്ത് അലക്കിയിട്ടിരുന്ന ചേച്ചിയുടെ സാരികളും പ്രകാശൻ്റെ മുണ്ടുകളും കാര്യങ്ങളൊക്കെ ഓരോന്നും ഞങ്ങളെടുത്തു. ദേ ഈ മഞ്ഞ സാരി ഉണ്ടോ, എനിക്കത് പ്രകാശേട്ടൻ വാങ്ങിച്ചു തന്നതാ. പക്ഷേ നീ പറയുന്ന സമയത്താണ് എനിക്കത് ഇടാനൊരു താല്പര്യം തോന്നാറുള്ളൂ.
നീ എപ്പോഴും പറയാറില്ലേ ആ സാരി ഉടുക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത്, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം രാത്രിയിലായിരുന്നു ഞാൻ ഈ വീട്ടിൽ തങ്ങുന്നത്. അയൽ വീട്ടുകാർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതല്ലാതെ അല്ലാതൊരു ബന്ധമോ കാര്യങ്ങളോ ഞങ്ങൾ വീട്ടുകാർ തമ്മിലുണ്ടായിരുന്നില്ല. പക്ഷേ പതുക്കെ പതുക്കെയായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു ബന്ധു വീട്ടുകാരെ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്നിതാ അമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഗ്രീഷ്മ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ അവളുടെ കൂടെ ഒന്ന് നിൽക്കണമെന്നൊക്കെ. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് സംഭവിച്ചുകൊണ്ട് തന്നെ എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അവിടുത്തെ സോഫയിൽ തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. എനിക്കെന്തോ ഒരു ചമ്മല് പോലെ അപ്പുറത്തോട്ടൊക്കെ ചെല്ലാനായിട്ട്. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ കയറി നടക്കുന്നതാണ്. പക്ഷേ രാത്രിയായ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്തോ ഒരു ഇതുപോലെ പെട്ടെന്നായിരുന്നു പുറത്ത് കനത്ത രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയത്. ഞാൻ അവിടെയും ഇവിടെയെല്ലാം ഗ്രീഷ്മ ചേച്ചിയെ നോക്കി. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഗ്രീഷ്മ ചേച്ചി. ഞാൻ പതുക്കെ പതുക്കെ അവിടേക്ക് ചെന്ന് അടുക്കളയിലെ ചെറിയ തിണ്ണയിൽ നിന്ന് ചേച്ചിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു സമയത്ത് അവിടെ നിന്ന് സംസാരിക്കാനാണ് തോന്നിയത്. പിന്നെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു രസമാണല്ലോ. അങ്ങനെ പറഞ്ഞ് ചേച്ചിയും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഓരോന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചേച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞത്, ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ആ രമേശ് ചേട്ടനില്ലായിരുന്നോ, അവരും പിന്നെ അമൃത ചേച്ചിയും തമ്മിൽ എന്തോ ഒരു പ്രേമത്തിലൊക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും തമ്മിൽ ഒരു കല്യാണത്തിനൊക്കെ നോക്കുന്നുണ്ട്. വീട്ടുകാർ തമ്മിൽ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായിരുന്നു പ്രണയം ഒന്ന് പൊക്കിയത്. അത് കേട്ട സമയത്ത് അതുവരെയും പാത്രത്തിൽ നോക്കിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗ്രീഷ്മ ചേച്ചി പെട്ടെന്ന് തിരിഞ്ഞ് എന്നെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്തായി ആ കാര്യങ്ങള്, എങ്ങനെയാ പ്രണയം കണ്ടുപിടിച്ചത്, നീ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ആകാംക്ഷയോടെ തന്നെ ഗ്രീഷ്മ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ നിമിഷം ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയൊന്നുമല്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ പരിങ്ങാതെ കാര്യം പറയുന്ന ചെക്ക, നീ എങ്ങനെ അറിഞ്ഞു, ഇതെങ്ങനെ കണ്ടുപിടിച്ചു, അതൊക്കെ വീണ്ടും ചേച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഇവർ തമ്മിൽ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രണയമൊക്കെ. അങ്ങനെ അമൃത ചേച്ചിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചിയോട് അത് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് തന്നെ ചേച്ചി ഒരു സ്വപ്ന ലോകത്ത് നടന്ന പോലെ ഒന്ന് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ അല്ലേ, പെട്ടെന്ന് തന്നെ പ്രണയിക്കുന്നു, പിന്നെ കല്യാണം കഴിക്കുന്നു, ആ എന്താ രസം. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നിനക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ലേ കുട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ഒന്ന് മുഖം തിരിച്ചു. എനിക്കൊക്കെ എവിടുന്ന് പ്രണയം കിട്ടാനാ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, നിനക്ക് പ്രണയം കിട്ടിയില്ല പിന്നെ ആർക്കടാ കിട്ടുക, നീ ഒരു ജീനിയസ് ആണ്, പിന്നെ നിനക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, നീ നിന്റെ അമ്മയെ സഹായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എന്നെയും സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അതെല്ലാം ശരിയാണ്, പക്ഷേ ഇതും പ്രണയമായിട്ട് എന്ത് ബന്ധം, ആ ബുദ്ധിയുള്ള പെമ്പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിന്നെ പ്രേമിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ രമേശിനെ പോലുള്ള ആൾക്കാരെ പ്രേമിക്കും എന്ന് തന്നെ ഭീഷ്മ ചേച്ചി തിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഞാൻ വലിയൊരാളാണല്ലേ ഭീഷ്മ ചേച്ചിയുടെ മുന്നിൽ എന്ന് തന്നെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ആ നിമിഷം സംസാരിച്ച് നിൽക്കുന്നുണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്തേക്ക് ചോദിച്ചു, എടാ ഈ തലയൊന്ന് കഴുകിത്തരാമോ. ഞാൻ വേഗം എഴുന്നേറ്റ് പൈപ്പിനരികിലേക്ക് ചെന്നു. പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ പൈപ്പിൽ നിന്ന് വെള്ളം തെറിച്ച് എൻ്റെ ഷർട്ടിലേക്ക് ആകെ നനഞ്ഞിരുന്നു. അയ്യോ, നിന്റെ ഷർട്ടെല്ലാം നനഞ്ഞല്ലോ. ആ സമയം തന്നെ ചേച്ചി ഓടിപ്പോയി അവിടെ ഒരു ഡോറിൽ തൂക്കിയിട്ടിരുന്ന ആ ഒരു തോർത്തെടുത്തു കൊണ്ടുവന്ന് എൻ്റെ തലയും തോളും എല്ലാം തുടച്ചു തന്നു. എടാ ചെക്ക, വെറുതെ കുരുത്തക്കേട് കാണിക്കില്ലട്ടോ, നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചേച്ചി വളരെ സീരിയസ് ആയിട്ട്, നീ പോയി വേഗം ഷർട്ട് മാറ്റി വേറെ എന്തെങ്കിലും എടുത്തിട്ട് എന്ന് പറഞ്ഞ് ചേച്ചീനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, ഇതിപ്പം അങ്ങ് ഉണങ്ങുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചേച്ചി എന്നെ വീണ്ടും നിർബന്ധിച്ച് അങ്ങോട്ട് ചെന്നു. എൻ്റെ ഗ്രീഷ്മ ചേച്ചി വേണ്ട കേട്ടോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. നീ ഒന്നും മിണ്ടായിരുന്നു ചേച്ചിക്ക എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിനു ശേഷം പ്രകാശ് ചേട്ടൻ്റെ ഒരു ടീഷർട്ട് എടുത്ത് എനിക്ക് തന്നു. അതാണെങ്കിൽ എന്നേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള സാധനം. പെട്ടെന്ന് അത് ഇടുന്ന സമയത്ത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛൻ്റെ ലോഹ ഇടുന്ന പോലെ ആയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല,
പ്രകാശേട്ടനാണെങ്കിൽ അത്യാവശ്യം തടിച്ചിട്ടാണ്. പിന്നെ പറമ്പിൽ കിടക്കാനും പോവുകയും അതിനും ഇതിനുമൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ശരീരം നല്ല പുഷ്ടി പിടിച്ചിരിക്കുന്ന ശരീരം തന്നെയാണ്. അത് ചിലപ്പോ എനിക്ക് പാകമായെന്ന് വരുന്നില്ല. എന്നെ കണ്ട സമയത്ത് തന്നെ ഗ്രീഷ്മ ചേച്ചി ഒന്ന് ചിരിച്ചു. ആ, ഇതിപ്പോ അടിപൊളിയായല്ലോ, നല്ലൊരു പള്ളിയിലച്ചൻ ലുക്കുണ്ട് എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു, എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊന്നും വേണ്ട എന്ന്. ചേച്ചി എന്നെ കൊണ്ട് നിർബന്ധിച്ചതല്ല എടുപ്പിക്കുന്നത് എന്ന് ഞാൻ ഒരു ദേഷ്യത്തോടെ പറയുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, നീ എന്റെ മുത്തല്ലടാ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൂടാവാതെ. ഇതിട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇതിട്ടുകൊണ്ട് ഇവിടെ നിൽക്കി, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ തണുപ്പും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതും ബുദ്ധിമുട്ടാവത്തില്ലേ എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ചേച്ചി എന്നെ പിടിച്ചവിടെ നിർത്തി. അങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു, നിനക്കെന്താ ഇന്ന് കഴിക്കാൻ വേണ്ടേ? ചപ്പാത്തി മതിയല്ലോ, ഞാൻ മീൻകറി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, പിന്നെ ഇനി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നാൽ മതി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ ചേച്ചി. അങ്ങനെ എന്നെ അവിടെ പിടിച്ചിരുത്തിയതിനു ശേഷം ഗ്രീഷ്മ ചേച്ചി എനിക്ക് ചൂടുള്ള ചോറും മീൻകറിയും പിന്നെ ചപ്പാത്തിയും കൂടെ വിളമ്പി തന്നു. നന്നായി കഴിക്കട്ടോ, നീയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കത്തില്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിനാണെങ്കിൽ ശരി തന്നെ, മറ്റു ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി എന്നെ ഉപദേശിച്ചു. പെട്ടെന്ന് നീ ആ പ്രകാശേട്ടനെ കണ്ടുപഠിക്കേ. ഞാൻ ഭക്ഷണം ചോദിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, എല്ലാം അങ്ങ് വിളമ്പി കൊടുത്താൽ മാത്രം മതി, ഒന്ന് സഹായിക്കുക പോലും ചെയ്യത്തില്ല. എങ്കിലാണെങ്കിലോ എല്ലാം കഴിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആളത്ര ഇരിക്കുന്നത്. അത് നിന്നെ കണ്ടില്ലേ എന്ന് ഗ്രീഷ്മ ചേച്ചി എന്നെ ഒരു പുച്ഛത്തോടെയും കളിയാക്കലോടെയും പറഞ്ഞു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ച് ഒന്ന് ഒരുങ്ങിയായിരുന്നു ഞാൻ. അവിടുത്തെ പായും കാര്യങ്ങളൊക്കെ അവിടെ വിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി അവിടേക്ക് വന്നു. എടാ, പായൊന്നും നീ വിരിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടി ആ വെള്ളം അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അയ്യോ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? ചേച്ചി പരിഭ്രമിച്ച് അങ്ങോട്ടോടി. ഞാനും അതിനൊപ്പം അങ്ങോട്ട് ചെന്ന സമയത്ത് ബാത്റൂമിലെ പൈപ്പ് പൊട്ടി ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ വെള്ളം ഒഴുകുന്ന കണ്ട് ഞാനും പരിഭ്രമിച്ച് നിന്നു. ചേച്ചി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ടൂൾ ബോക്സ് എടുത്തു. അങ്ങോട്ട് ചെന്ന് വെള്ളം ചിക്കുന്നത് കൊണ്ട് എന്റെ ദേഹം വീണ്ടും നനഞ്ഞു. ചേച്ചി ഒരു ടോർച്ചും പിടിച്ച് എന്റെ അരകിൽ നിന്നു. സൂക്ഷിക്കണം കേട്ടോ, വീഴല്ലേ. പൈപ്പ് ശരിയാക്കി കഴിഞ്ഞാൽ ചേച്ചി തന്റെ സാരിത്തുമ്പ് കൊണ്ട് നെറ്റിയിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചു തന്നു. ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ചേച്ചി, ഇപ്പം വീണ്ടും പൊട്ടിയെന്നേ ഉള്ളൂ എന്ന് ചേച്ചിയെടുത്ത് പറഞ്ഞു. അങ്ങനെ തന്നെ മെല്ലെ മെല്ലെ ആ പൈപ്പ് ഞാൻ ശരിയാക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ചേച്ചിയും ഒരുവിധം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എടാ, ഞാനത് പിടിച്ചു തരാട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അത് പിടിച്ചു വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പൈപ്പ് റെഡിയാക്കി. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അത് പൊട്ടിയതായതുകൊണ്ട് തന്നെ അത് ഒട്ടിച്ച് ശരിയാക്കാനേ അത് കഴിഞ്ഞോളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് ദീർഘശ്വാസം വലിച്ചു. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ആകെ ഒരു മുഷിച്ചിലായിരുന്നു. ചേച്ചി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആകെ പെട്ടുപോകാനെ. ശരിക്കും നീ ഒരു എഞ്ചിനീയർ തന്നെയാണ്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരു പ്രാപ്തനായ ഒരു എഞ്ചിനീയർ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അയ്യോ, നിന്റെ ദേഹം മുഴുവൻ നനഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അടുത്ത ഡ്രസ്സ് ഇടണമല്ലേ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഇനി ഡ്രസ്സൊന്നും എടുക്കണ്ട, ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കിടന്നാൽ മതി എന്ന് മാത്രം ഞാൻ ചേച്ചിയെടുത്ത് പറയുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, അതൊന്നും പറ്റില്ല, നീ നന്നായിട്ട് വന്ന് കിടക്കണം, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല, പിന്നെ നാളെ നിനക്ക് ഈ ഒരു കാര്യം ചിന്തിക്കാനേ പാടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അലമാരയിരുന്ന പ്രകാശേട്ടൻ്റെ അടുത്ത മുണ്ടും ഷർട്ടും എടുത്ത് വെച്ചു. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നുണ്ടായിരുന്നു. ഇത് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നീ ഒരു കുട്ടപ്പനാവുന്നത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അതെടുത്തിട്ടു. അലമാരയിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിടുന്ന സമയത്ത് ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ പുഞ്ചിരിയെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഡ്രസ്സ് എനിക്ക് പാകമാണെന്ന് നോക്കി. ആ, കുഴപ്പമില്ല, നേരത്തെ പോലെ അത്രയും ബോറല്ല, ഏതായാലും പള്ളിയിലച്ഛൻ്റെ ലോഹം പോലൊന്നും തോന്നില്ല, നീ വേഗം ഇതിട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നത്. അതൊരു ചെറിയ ഷർട്ടും പിന്നെ ഒരു കാവി മുണ്ടുമായിരുന്നു. അത് എടുത്തു തന്നതിന് ശേഷം ചേച്ചി പുറത്തേക്ക് പോയി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്ന് ഈ കിടക്കയും കൂടെ വൃത്തിയാക്കിയാൽ മതി, അതാണ് ചേച്ചിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് നിന്നു. അപ്പൊ തന്നെ ചേച്ചി അവിടേക്ക് വരുന്ന സമയത്ത്, ആ കൊള്ളാലോ, ഇപ്പൊ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും ചിരിച്ചു, ചേച്ചിയും ചിരിച്ചു. അപ്പം നിനക്ക് കിടക്കണ്ടേ, ഉറങ്ങിയൊന്നും വേണ്ട എൻ്റെ ചെക്ക എന്ന് തന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് നേരെ ഗ്രീഷ്മ ചേച്ചി ചോദിച്ചു.
ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മുറിയുടെ വരാന്തയ്ക്ക് നേരെ ഒരു ബെഡ് എനിക്ക് ചേർത്തിട്ട് തന്നു. എടാ നീ ഇവിടെ കിടന്നാൽ മതി കേട്ടോ, അതാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. എപ്പോഴെങ്കിലും നിന്നെ വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിളിക്കാലോ, പേടി എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ചേച്ചി അത് അടുപ്പിച്ചിട്ട് വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല ചേച്ചി, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. പിന്നെ അമ്മയെ അപ്പുറത്തുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയും പറഞ്ഞിട്ടുണ്ട് വിളിക്കാനായിട്ട്. അപ്പം അതൊന്നും പ്രശ്നമില്ല. ആ ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്നു, ഞാനും അപ്പുറത്തായിട്ട് കിടന്നു. പക്ഷേ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് കുറച്ചു നേരം കൂടെ ചേച്ചിയെടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഇങ്ങനെ സംസാരിച്ചാരോടും കിടക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക ഒരു ആനന്ദവുമായിരുന്നു. പക്ഷേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, ഓ കുഴപ്പമില്ലടാ, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി അവിടെ നിന്ന് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മറ്റൊന്നും ആയിരുന്നില്ല, ആ ടാപ്പിൻ്റെ ആ ഒരു കാര്യങ്ങളും രാവിലത്തെ ജോലിയും എല്ലാം കൊണ്ടും ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അതേപോലെ തന്നെ ചേച്ചിയും നന്നായിട്ട് കിടന്നുറങ്ങിപ്പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ ഒരു ഉറക്കത്തിന് ശേഷം എണീക്കുന്നത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയ സമയത്തായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ ചേച്ചി തയ്യൽ മുറിക്ക് മുന്നിൽ ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലുണ്ട്. എടാ ഇതൊന്ന് നോക്കിയേ, എനിക്ക് പുതിയൊരു ഡിസൈൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ചേച്ചി അതിനകത്ത് പതറി പതറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഞാനൊരു കസേര എടുത്തിട്ട് ചേച്ചിക്ക് അരികിലായിട്ടിരുന്നു. അതെ, ഞാൻ പറഞ്ഞു തരാം ഓരോ കാര്യങ്ങളായിട്ട്, അപ്പം ചേച്ചി നോക്കിയാൽ മതി എന്ന് പറയുന്ന സമയത്ത് ഗ്രേഷ്മി ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നീ പറയുന്നത് പോലെ. ഞാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇനി നീ പഠിപ്പിച്ചതാ എന്ന് തന്നെ ഗ്രേഷ്മി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ദേ ഞാൻ പറയുന്ന ആൾക്ക് ഞെക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഞാൻ ഓരോ കാര്യങ്ങളും ഞെക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ ചേച്ചി അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം, അപ്പൊ എല്ലാം കറക്റ്റാവും, സേവായിട്ട് കിട്ടും കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ തന്നെ ചേച്ചിക്കും അത് സന്തോഷമായി. ഞാനത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ചേച്ചിക്കും വേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചേച്ചി അതെല്ലാം നല്ലൊരു കേൾവിക്കാരി എന്നതുപോലെ എനിക്ക് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിയുടെ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ചേച്ചി, അത് കുറച്ചുകൂടെ ഒന്ന് കളറാക്കിയാൽ മതി എന്ന് പറയുന്ന സമയത്ത് ചേച്ചിക്ക് തന്നെ ഒരു പുകഴ്ത്തൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ചേച്ചിക്ക് ഒരു ടൈലർ എന്ന രീതിയിൽ ആ ഒരു പ്രൊഫഷണൽ ആ ഒരു മെന്റാലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ ചേച്ചി ഞാനെന്നാ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ, അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണില്ലേ എന്ന് പറയുന്ന സമയത്ത് ചേച്ചിയുടെ മുഖം വല്ലാണ്ട് ഒന്ന് വരണ്ടി. അപ്പൊ തന്നെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഉടനെ പോണോ, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെയൊക്കെ പോയാൽ പോരെ എന്ന് പറയുമ്പോൾ, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ചേച്ചി എന്ന് പറയുമ്പോൾ ഗ്രീഷ്മച്ചിയുടെ മുഖത്ത് വീണ്ടും ആ ഒരു വാട്ടം ഉണ്ടായിരുന്നു. ചേച്ചി വീണ്ടും എന്നെ നിർബന്ധിച്ച് പറഞ്ഞു, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോടാ, അത് കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴാ നീ വരിക, ഉടനെ വരത്തില്ലേ എന്ന് തന്നെ ചോദിച്ചു. അപ്പോ ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞു, ഞാൻ വരാൻ നോക്കാം ചേച്ചി, ഏതായാലും നീ ഉച്ചയ്ക്ക് മുമ്പ് വരാൻ നോക്ക് കേട്ടോ, ഉച്ചക്കലത്തെ ഊണ് ഇവിടുന്ന് കഴിക്കാം, എന്നാ നീ നേരത്തെ വാ കേട്ടോ എന്ന് മാത്രം ഒരു വിളറലോടെ ചേച്ചി അത് പറഞ്ഞു. അത് മുഴിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചേച്ചിയുടെ കണ്ണിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പും പിന്നെ സാമീപ്യം എല്ലാം മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്തിനും ഒരു ആളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ലേ ചേച്ചിക്ക്, അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം തന്നെ ഗ്രീഷ്മ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, ഒന്നുമില്ല, നീ ഏതായാലും പോയിട്ട് വാ, ഞാനിവിടെ എന്തായാലും നോക്കിയിരിക്കാം, ഉച്ചയ്ക്ക് ഊണിന് എന്തെങ്കിലും വരണം കേട്ടോ, പിന്നെ ഊണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാം എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. എന്ത് പരിപാടിയാണ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ, അതേതായാലും നീ പോയിട്ടൊക്കെ വാ, പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് നോക്കാം എന്ന് തന്നെ പറഞ്ഞിട്ട് ഗ്രീഷ്മ ചേച്ചി എന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ തന്നെ ഞാൻ ചേച്ചിയെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഏതായാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ, കുറച്ച് റേഷൻ കടയിലെ സാധനങ്ങളും ആ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ട്, പിന്നെ കടയിലൊന്ന് പോകണം, പിന്നാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിപ്പിക്കാനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ടിരണം, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികൾ കഴിയും, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാട്ടോ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചിയെടുത്ത് പറഞ്ഞു. ഞാൻ അത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി ഒന്ന് തലയാട്ടി, ഏതായാലും നീ പോയിട്ട് വാ, പെട്ടെന്ന് വരാൻ നോക്കട്ടോ എന്ന് മാത്രം ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. പിന്നെ നിനക്ക് ബൈക്കോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പ്രകാശൻ്റെ അടുത്തുനിന്ന് വെക്കോ, ഇതാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വേണ്ട, വെറുതെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എണ്ണ വേസ്റ്റ് ആക്കണ്ട, സൈക്കിൾ ഉണ്ടല്ലോ അവിടെ, അതിൽ പോയിട്ട് വരാം
ആ കുഴപ്പമില്ലടാ, നീ എടുത്തോണ്ട് പൊക്കോ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തിനും എന്ത് സ്വാതന്ത്ര്യമുണ്ട്, ബൈക്ക് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ചേച്ചി നല്ല സപ്പോർട്ടാണ് എന്ന് തന്നെ വിചാരിച്ച് ഞാൻ അവിടേക്ക് ചെന്ന് ബൈക്കൊന്ന് നോക്കി. കുറേ നാളായിട്ട് ബൈക്ക് ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നീ എടുത്തോണ്ട് പൊക്കോ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. വീണ്ടും ആ ഒരു പ്രോത്സാഹനത്തോടെ ഞാൻ ആ ബൈക്ക് എടുത്തു കേട്ടോ. അതിനുശേഷം ബൈക്കിലായിരുന്നു എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ. ചേച്ചി ബൈക്ക് തന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, പെട്ടെന്ന് വരാനും പിന്നെ പെട്ടെന്ന് ആ ഒരു എൻജോയ്മെന്റ് കിട്ടാനും വേണ്ടിയായിരുന്നു. ഇനി പ്രകാശ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ ഗ്രീഷ്മ ചേച്ചി ബൈക്കിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഗ്രീഷ്മ ചേച്ചി നല്ല രീതിയിൽ ബൈക്ക് റൈഡ് വേണമെന്ന് ആ ഒരു ആഗ്രഹം എപ്പോഴോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് ആ ഒരു കാര്യം പറയുമോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും എനിക്ക് ബൈക്ക് റൈഡ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ മലകൾ പോലുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ഏരിയയിൽ, ചെറിയ ചെറിയ ഗ്രാമപ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലൊക്കെ ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് കുറച്ച് പ്രയാസമാണ്, എന്നാൽ നല്ല വൈബുമാണ്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അമ്മയ്ക്കും ആ ഒരു ഇഷ്ടമായി. ഏതായാലും നീ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നല്ലോ, ഇനി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ എല്ലാവരും റെഡി ആയിരിക്കണം. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ ഭാഗത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കണം കേട്ടോ. നമുക്ക് പുതിയത് പൊളിക്കാം കേട്ടോ. അപ്പോൾ അടുത്തടുത്ത കഥയുമായിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ. അപ്പം എന്നെ സഹിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.